നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ട് ഞാൻ തന്നെ ഗിരിയേട്ടനെ തല്ലുണ്ടാക്കാൻ വിളിക്കുന്നത് ശരിയാണോ? പിന്നെ ഇതെന്റെ അനിയത്തിയുടെ പ്രശ്നമല്ലേ, അപ്പോ അത് പരിഹരിക്കേണ്ടതും ഞാൻ തന്നെയാണെന്ന് എനിക്ക് തോന്നി. അതെന്താ, ഞാൻ അവൾക്ക് ചേട്ടനെ പോലെയല്ലേ? അവൾക്കൊരു പ്രശ്നം ഉണ്ടായ ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുന്നോണോ നീ കരുതിയത്? ഗിരിയേട്ടനെ ഇടപെടുമെന്ന് എനിക്കറിയാം, പക്ഷേ അത് ചിലപ്പോ അമ്മയ്ക്കും സ്വപ്നയ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഈ പ്രശ്നം എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ ഗിരിയേട്ടന്റെ സഹായം ചോദിച്ചേനെ. നീ എത്ര വലിയ റിസ്ക് ആണ് എടുത്തതെന്നറിയാമോ? അവനുമായിട്ട് തല്ലുണ്ടാക്കിയ സമയത്ത് അറിയാതാണെങ്കിൽ പോലും അവന്റെ കൈ നിന്റെ വയറ്റിലൊന്ന് തട്ടിയാ മതി, എല്ലാം അവസാനിക്കും. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എല്ലാം അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ചോദിച്ചുകൊണ്ടാണോ ഭീമനെ പിന്തുടരുമ്പോ നിനക്ക് ആക്സിഡന്റ് സംഭവിച്ചത്? അന്ന് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? എല്ലാം നിന്റെ നിയന്ത്രണത്തിലല്ല മഞ്ജു നടക്കുന്നത്. ഈ അവസ്ഥയിൽ നീ പരമാവധി സൂക്ഷിക്കണം. ഞങ്ങൾ എല്ലാവരും മാറി മാറി പറയാറില്ലേ? എന്നിട്ട് നീ എന്താ ഇത്ര ലാഘവത്തിൽ കാര്യങ്ങൾ കാണുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ജാഗ്രത ഇല്ലെന്നാണോ ഗിരിയേട്ടൻ വിചാരിക്കുന്നത്? പിന്നെ നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്ത് പോയത്? എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ? എന്നോട് ഈ കാര്യം പറഞ്ഞാൽ അഭിയെ വിളിച്ചു പറഞ്ഞ് അവനോട് രക്ഷപ്പെടാൻ ഞാൻ പറയുമെന്ന് കരുതിയോ? കഷ്ടമുണ്ട് ഗിരിയേട്ടാ. പിന്നെ ഞാൻ എന്ത് വിചാരിക്കണം? നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത് അവനൊരു സൈക്കോപാത്താണെന്ന്? അങ്ങനെയുള്ള ഒരുത്തനെ പിടിക്കാൻ നീ പാതിരാത്രിക്ക് ഒറ്റയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കണം? നിന്നോട് നിന്റെ ജോലി ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നിന്റെയും കുഞ്ഞിന്റെയും സുരക്ഷ എനിക്ക് വലുതാ. അത് വെച്ച് കളിച്ചാ ചിലപ്പോ ഞാൻ പ്രതികരിച്ചു എന്ന് വരും. സോറി ഗിരിയേട്ടാ. അപ്പോഴത്തെ